ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലത്ത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ട് ഈശോയുടെ തിരുപ്പിറവി ആചരിക്കുവാനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന അവസരമാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ ചിന്തകൾ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 25 വരെയുള്ള വചനങ്ങളെ കേന്ദ്രീകൃതമാക്കി ഞാൻ ക്ഷണിക്കുകയാണ്. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവയും ഭാര്യയും, അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. മനോവയുടെ ഭാര്യ വന്ധ്യയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾക്കൊരു കുഞ്ഞുണ്ടാകും എന്നുള്ള സന്ദേശം നൽകുകയാണ്. മനോവ വയലിൽ നിന്ന് വന്നപ്പോൾ ഭാര്യ ഇക്കാര്യം പറഞ്ഞു. ഉടനെ മനോവ പറഞ്ഞത്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെടണം. മനോവ പ്രാർത്ഥിച്ചു ഇപ്രകാരം: കർത്താവേ, അങ്ങ് അയച്ച ദൈവദൂതൻ വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കണമേ. ഇതാണ് മനോവയുടെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ മനോവ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കുള്ള അർത്ഥം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ദമ്പതികളുടെ പ്രാർത്ഥനയാണത്. കർത്താവെ, അങ്ങ് അയച്ച ദൈവദൂതൻ വീണ്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ അറിയിക്കണമേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു ദൈവകൃപയെക്കുറിച്ച് ഈ മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു ഒരു വീട്ടിൽ. അത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവമാണ്. അതിനുവേണ്ടി ആ കുടുംബം മുഴുവൻ ഒരുങ്ങണം. അതാണ് മനോവയിലൂടെ ദൈവം നമ്മോട് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഏറ്റവും സന്തോഷകരമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് മനോവ ആഗ്രഹിച്ച വിധത്തിൽ ആഗ്രഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവകൃപയിലെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് ഇടയാകുന്നത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവമേ അറിയിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ദമ്പതികളുടെ സ്നേഹം, ഐക്യം, സന്തോഷം, സമർപ്പണം, പരസ്പരമുള്ള ബഹുമാനം ഒരു കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ഈ മനോവയുടെ കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അവർക്കിങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാവണം ദമ്പതികൾ ഒരുങ്ങേണ്ടത് എന്നതിൻ്റെ ശരിയായ ഒരു മാതൃകയും വ്യക്തമായ അടയാളവുമാണ് ഈ ദമ്പതികൾ. വീണ്ടും മനോവ പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദിനചര്യ എങ്ങനെയായിരിക്കണം. ഇതാണ് ദൂതനോട് ഈ മനോവ ചോദിക്കുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദിനചര്യ എങ്ങനെയായിരിക്കണമെന്ന് കൂടി ഞങ്ങളെ പഠിപ്പിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതചര്യ, അവരുടെ ജനനം, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ ലഭിക്കേണ്ട പരിചരണം,
ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ദമ്പതികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ഈ ജനിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കൃപ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ, ഈ വചന ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു അടിസ്ഥാനമായ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ജനിക്കാൻ ആവശ്യമായ വിധത്തിൽ കുടുംബങ്ങളിൽ അനുകൂലമായ സാഹചര്യം ഒരുക്കപ്പെടണം. അതിൻ്റെയുള്ള ഏറ്റവും നല്ല മാതൃക ഈ മനോവായും കുടുംബവും നൽകുന്നുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ജീവിതചര്യ എന്തായിരിക്കണം എന്ന് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ദൈവകൃപ ലഭിക്കാതെ പോകുന്നതുകൊണ്ട് അനേകം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള കുറവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായ പോഷണം അതിൻ്റെ കൃത്യമായ അളവിൽ ലഭിക്കാതെ വന്നാൽ ശാരീരിക വൈകല്യം ഉണ്ടാകും. ഇത് ആത്മീയമായ തലത്തിലും ഉണ്ട് എന്ന കാര്യം ആരും മറക്കാൻ പാടില്ല. ഒരു കുഞ്ഞിന് ആത്മീയമായിട്ട് ലഭിക്കേണ്ട പോഷണം, അതാണ് മനോവായും കുടുംബവും പഠിപ്പിക്കുന്നത്. ശാരീരികമായ പോഷണത്തോടൊപ്പം ആത്മീയമായ പോഷണവും ഒരു കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതൽ ലഭിക്കണം. ജനിച്ചു കഴിയുമ്പോൾ ആ ജീവിതചര്യയും ഈ ആത്മീയ പോഷണം വഴിയാവണം. അപ്പോഴാണ് മാനസികവും വൈകാരികവുമായ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നല്ല ആത്മശക്തിയോടുകൂടി കുടുംബങ്ങളിൽ ജനിക്കുകയും വളരുകയും അവർ ആ കുടുംബത്തിനും നാടിനും സമൂഹത്തിനുമെല്ലാം അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്യുന്നത്. വളരെ അക്കാഡമിക് എക്സലൻസ് ഉള്ള ദമ്പതികൾ പോലും മനോവ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദിനചര്യ എന്തായിരിക്കണം? ഇതേക്കുറിച്ചൊക്കെ അജ്ഞരായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണം പോലെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണവും പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും നല്ല ദൈവാരൂപയിലുള്ള കുടുംബ അന്തരീക്ഷത്തിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകേണ്ടത് അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ ഇതിൻ്റെ ഒരു നല്ല പാഠം പരിശുദ്ധ അമ്മ നൽകുന്നുണ്ട്. മംഗളവാർത്ത കേട്ട മറിയം ഉടനെ ചെയ്ത പ്രവൃത്തി എന്താണ്? മറിയം ഓടിപ്പോവുകയാണ്. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. എന്താണ് എലിസബത്തിൻ്റെ വീട്ടിലെ പ്രാധാന്യം? എലിസബത്ത് ഗർഭവതിയായിരിക്കുന്നു. അപ്പം മറിയം ഈ ഒരു പ്രധാനമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കരുതലിനെക്കുറിച്ച് മറിയം പഠിപ്പിക്കുന്നുണ്ട്. മറിയം ഓടി ചെല്ലുകയാണ് എലിസബത്തിൻ്റെ അടുക്കിലേക്ക്. തനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ എലിസബത്തിലേക്ക് കൈമാറുകയാണ്. അപ്പം അങ്ങനെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആവശ്യമാണെന്ന കാര്യം മാതാപിതാക്കൾ, ദമ്പതികൾ, പ്രത്യേകമായിട്ട് പുതിയതായിട്ട് വിവാഹം കഴിച്ച് വരുന്ന ദമ്പതികളെല്ലാം ഓർക്കേണ്ട പ്രധാനമായ കാര്യമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ വളരെ ലളിതമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറിയം എലിസബത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എലിസബത്തല്ല അറിയുന്നത് മറിയത്തിൻ്റെ സാന്നിധ്യം. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു യോഹന്നാൻ സന്തോഷിക്കുന്നു. യോഹന്നാൻ ദൈവത്തെ ആരാധിക്കുന്നു. മറിയത്തിൻ്റെ ഉദരത്തിലുള്ള വചനത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു തുള്ളിച്ചാടുന്ന സന്തോഷിക്കുന്ന അനുഭവമായിട്ട് കാണുന്നു. അതുകൊണ്ട് ആദ്യം
ദൈവവചനത്തെ, മറിയത്തിൻ്റെ ഉദരത്തിലുള്ള വചനത്തെ ആരാധിച്ചത് യോഹന്നാനാണ്, എലിസബത്തിൻ്റെ ഉദരത്തിൽ. അങ്ങനെ മറിയം പരിശുദ്ധാത്മ അഭിഷേകം നൽകി, തനിക്ക് കിട്ടിയ പരിശുദ്ധാത്മ അഭിഷേകം തൻ്റെ സാന്നിധ്യത്തിലൂടെ ഗർഭിണിയായ എലിസബത്തിന് നൽകിക്കൊണ്ട് ഉദരത്തിലുള്ള കുഞ്ഞിനെ ആത്മീയമായ പോഷണമാണ് നൽകുന്നത്. അപ്പോൾ ഇത് കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലെല്ലാം ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി, ജനിച്ച ഒരു കുഞ്ഞിന് വേണ്ടി ഒക്കെ ഒരു കുടുംബം, സഭ, സമൂഹം ഇതെല്ലാം എത്രമാത്രം കരുതലോടെ കാണണം. അപ്പോൾ ആ ജീവൻ്റെ വിലയെ, മൂല്യത്തെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം ഉണ്ടാവണം. അമ്മയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധി ഈ 2 ബൈബിൾ ഭാഗങ്ങളിലും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തെമ്പാടും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഓരോ ദിവസവും എത്രയോ കുഞ്ഞുങ്ങളാണ്, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം, അവരുടെ പരിചരണം, അവർക്ക് കിട്ടേണ്ട ശാരീരികവും മാനസികവുമായ പോഷണം, ഇവയെക്കുറിച്ചെല്ലാം നല്ല കരുതൽ ദമ്പതികൾക്കുണ്ടാവണം എന്നത് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മറിയവും എലിസബത്തും, മനോവായും ഭാര്യയും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപയുടെ വലിയ സന്ദേശമാണ് നമുക്കായിട്ട് നൽകുന്നത്. ഈ കോവിഡ് കാലത്ത് പ്രത്യേകമായിട്ടും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാനും, നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ശിശുവായിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇവർക്കെല്ലാം സ്വന്തം വീടുകളിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട യഥാർത്ഥമായ ശരിയായ ആത്മീയ ശാരീരിക പരിചരണവും ഒക്കെ വലിയ മൂല്യങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തലമുറയെ, വരുന്ന തലമുറയെ ദൈവത്തിനും മനുഷ്യർക്കും നാടിനും സംപ്രീതരായിട്ട് അനുഗ്രഹമായി ഭവിക്കാൻ തക്കവിധം അവരെ കാണാനും സ്വീകരിക്കാനുമൊക്കെ ഇടയാകുക എന്നതാണ് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം. ഉണ്ണീശോയുടെ തിരുപ്പിറവിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തിൻ്റെ വചനം കാലിത്തൊഴുത്തിൽ ഉണ്ണിയായിട്ട് അവതരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഓരോ കുഞ്ഞിനും ലഭിക്കേണ്ട ദൈവകൃപ എന്ന നീതിയെക്കുറിച്ച് ദൈവം നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പും അതിലൊരു കുറവുണ്ടാകാൻ പാടില്ല എന്ന സന്ദേശവും, എത്രമാത്രം കരുതലോടെയാണ് ഒരു കുടുംബം, ഒരു അമ്മ, ഒരു സ്ത്രീ, കുടുംബാംഗങ്ങളെല്ലാവരും, ഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഒരു കുഞ്ഞിനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നു. ഈ ലളിതമായതെങ്കിലും മാനവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ദൈവരാജ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സാന്നിധ്യം ലോകത്തിൽ ഉറപ്പിക്കപ്പെടുന്നതിനും ആവശ്യമായ ഈ ദർശനം നമുക്ക് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ കൺവെൻഷൻ്റെ ദിവസത്തെ കർത്താവിന് സമർപ്പിക്കാം. ഈശോ നമുക്ക് തരുന്ന വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണിതെല്ലാം. ദൈവം നമ്മെ പ്രത്യേകം സ്നേഹിക്കുകയും കർത്താവിൻ്റെ കരുണ കൊണ്ട് നമ്മളെ പൊതിയുകയും ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഒരു അർഹതയുമില്ല കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ ജീവിക്കാൻ നമുക്ക് വേണമെങ്കിൽ ലൗകികമായ കാഴ്ചപ്പാടോടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയാമായിരുന്നു. എന്നാൽ തിരുവചനം പറയുന്നത് പോലെ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിമോചിപ്പിച്ചു.
തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. ഇന്നൊരുപക്ഷെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യമാണത്. നമുക്ക് ഈ ബൈബിൾ വായിക്കാൻ ദൈവം ഒരു താല്പര്യം തന്നു. നമുക്ക് ഈ വചനത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം ഒരാഗ്രഹം തന്നു. വചനം കേൾക്കാൻ നമുക്കൊരു ദാഹം തന്നു. വചനം കേൾക്കാൻ ദൈവം ഒരു അവസരം തന്നു. ഇന്ന് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി കാലത്തും കർത്താവ് ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഈ സമയത്ത് കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കാം. ദൈവമേ, ഈ ദിവസം അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കർത്താവെ, ഞങ്ങളാരും യോഗ്യരല്ല, അങ്ങയുടെ കരുണ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. കർത്താവെ, ഞങ്ങൾ പാപികളാണ്. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ യാതൊന്നും മേന്മയായി അവകാശപ്പെടാനില്ല. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീണുപോകാതിരിക്കുന്നതേ ഉള്ളൂ. കർത്താവെ, ഈ സമയത്ത് അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, അങ്ങയുടെ മഹത്വമേറിയ ആ പരിശുദ്ധിയുടെ പ്രതാപത്തെ ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങ് എത്ര വലിയവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. അങ്ങ് എത്ര നല്ലവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവെ, അങ്ങയുടെ കരുണയെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ. മഹത്വം, ആരാധന, 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 സ്തുതി, 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 ആരാധന, മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ. അഗ്നിയേ, അഭിഷേക ശക്തിയെ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. പെന്തക്കോസ്തിൻ അഗ്നിയേ, അഭിഷേക ശക്തിയെ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. പെന്തക്കോസ്തിൻ അഗ്നിയേ, അഭിഷേക ശക്തിയെ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. പെന്തക്കോസ്തിൻ അഗ്നിയേ, അഭിഷേക ശക്തിയെ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. തുതിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ദിവ്യബലിയുടെ അഭിഷേകം, കാൽവരി മലയിൽ കർത്താവ് അർപ്പിച്ച പരിശുദ്ധ യാഗത്തിന്റെ അഭിഷേകം നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം,
അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ഹല്ലേലൂയ സംസാരിക്കണമേ കർത്താവേ, അവിടുത്തെ ആത്മാവ്, ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവ്, കർത്താവേ പരിശുദ്ധ റൂഹ ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയാൽ കർത്താവേ സമയത്ത് ഞങ്ങൾ നിറക്കണമേ. വലിയ 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 ആഗ്രഹത്തോടെ ആത്മാവിന്റെ വലിയൊരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിൽ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ ആത്മാവിൽ ഇടപെടണമേ. ഞങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ ഇടപെടണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മണ്ണീർത്തോടിനാ കാംക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. മണ്ണീർത്തോടിനാ കാംക്ഷിക്കുമ്പോ ആത്മാവിനാ ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ.
ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശ്രേഷ്ഠമാ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ദാഹത്തോടെ ആഗ്രഹിച്ച് പാടിക്കേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ദാഹത്തോടെ ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ സമയത്ത് അമ്മയുടെ വലിയ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ നീക്കും. ആമേൻ. യേശു മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രക്ഷയുടെ രഹസ്യങ്ങളെയാണ്. നമ്മുടെ രക്ഷയ്ക്കായി ദൈവം പ്രവർത്തിച്ച നിഗൂഢമായ രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ദിവസങ്ങളാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയത് നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടും ജനനം ആരംഭിച്ചത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാലുമല്ല, മറിച്ച് അത് ദൈവത്താൽ നടന്ന ജനനമാണ്. അതിനെ ഈശോ വിളിക്കുന്നത് ജലത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനം എന്നാണ്. അത് എസെക്കിയേൽ 36 എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച, ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കുമെന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുമെന്നും എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ ഞാൻ നിവേശിപ്പിക്കുമെന്നും പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. തീത്തോസിൽ നമ്മൾ കണ്ടത് 3-ാം അധ്യായത്തിൽ അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. സ്നാനം, ഈശോ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചു, നോഹയുടെ പെട്ടകം, ആ പെട്ടകം ജലത്തിലൂടെ രക്ഷ പ്രാപിച്ച 8 പേർ, ആ പെട്ടകത്തിന് ജലത്തിലൂടെ രക്ഷ പ്രാപിച്ച ആ പെട്ടകത്തിലുണ്ടായിരുന്നവർക്ക് സദൃശ്യമായ ജ്ഞാനസ്നാനം ഇപ്പോൾ നമ്മളെ രക്ഷിക്കുന്നു. അപ്പോൾ മാമോദീസായിലൂടെ നമ്മുടെ രക്ഷ ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ആ രക്ഷ പൂർത്തിയായിട്ടില്ല. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷ പൂർത്തിയാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. ഇനി അവസാനമായി നമ്മൾ അതിൻ്റെ ഉപസംഹാരമായി കണ്ടത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഗലാത്യർ 5-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രത്യാശിക്കുന്നു. അവസാനമായി അപ്പോസ്തലൻ പറഞ്ഞു, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. വെറും വിശ്വാസമല്ല, ഒരു ചത്ത വിശ്വാസമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിനകത്ത് അനുസരണമുണ്ട്. അതൊരു ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, ബുദ്ധിയിലുള്ളൊരു വിശ്വാസമല്ല. ഇപ്പം യേശു കുരിശിൽ മരിച്ചുവെന്ന് ബുദ്ധിയിൽ ഒരാൾ വിശ്വസിക്കുന്നതല്ല, മറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ബുദ്ധിയിലല്ല, എവിടെയാണ്? ഹൃദയത്തിലാണ്, ആത്മാവിലാണ്. ആത്മാവിൽ ഒരു വ്യക്തി ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുസരിക്കാനുള്ളൊരു സന്നദ്ധത ആ വിശ്വാസത്തിനകത്ത് തന്നെ ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രഹാം. അബ്രഹാം വിശ്വസിച്ചു,
ആ വിശ്വാസം അബ്രാഹത്തെ നീതീകരിച്ചു. എന്നാൽ നമ്മൾ കാണുന്നത് ഏതാനും അധ്യായങ്ങൾ കഴിയുമ്പോൾ ആ വിശ്വാസികളുടെ പിതാവ് തൻ്റെ മകനെ ബലി കഴിക്കാൻ തയ്യാറായി. അപ്പോൾ വിശ്വാസം എന്നത് പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസമല്ല. ആ വിശ്വാസത്തിനകത്ത് എന്തുണ്ട്? പ്രവൃത്തി ഉണ്ട്, അനുസരണം ഉണ്ട്. അതാണ് റോമാലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിലും അവസാനത്തെ അധ്യായത്തിലും പറയുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വിധേയത്വം, അനുസരണം, പ്രവൃത്തി. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തത തരുന്ന അപ്പസ്തോലനാണ് യാക്കോബ് ശ്ലീഹ. അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസത്തെ മനസ്സിലാക്കാൻ പാടില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പാടില്ല. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് 2:14 മുതൽ വായിക്കാമോ? എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? കണ്ടോ, അപ്പോസ്തലൻ ചോദിക്കുകയാണ്, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? അടുത്തത്, ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? കണ്ടോ, ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ പറ്റില്ല. ഏത് വിശ്വാസത്തിന്? പ്രവൃത്തി വരാത്ത വിശ്വാസം, അനുസരണം ഇല്ലാത്ത വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് പറയുക, വിശ്വാസമുണ്ട് പക്ഷെ പ്രവൃത്തിയില്ല. അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെ ഒരു വിശ്വാസം രക്ഷാകരമായ വിശ്വാസമല്ല, സാൽവിഫിക് ഫെയ്ത്ത് അല്ല. ആ വിശ്വാസത്തിന് ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല, രക്ഷപ്പെടില്ല. അപ്പോൾ വ്യക്തമല്ലേ? സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അടുത്ത് വായിച്ചേ. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഡെഡ് ഫെയ്ത്ത്, ചത്ത വിശ്വാസം. അപ്പൊ അപ്പോസ്തലന്മാര് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ വിളിച്ച പേരെന്താണ്? ചത്ത വിശ്വാസം, ചത്ത വിശ്വാസം, ഡെഡ് ഫെയ്ത്ത്. ഡെഡ്, മനസ്സിലായോ? ആ വിശ്വാസം ചത്ത വിശ്വാസമാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, നിർജീവം. ഈ നിർജീവം എന്ന് പറയുമ്പോൾ നിർജീവ പ്രവൃത്തി എന്നൂടെ ബൈബിൾ പറയുന്നുണ്ട്. നിർജീവ പ്രവൃത്തി, ഇതിപ്പോൾ എന്താ പറഞ്ഞത്? നിർജീവ വിശ്വാസം. ഇനി നിർജീവ പ്രവൃത്തിയുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഇപ്പം എന്തിനാ? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്താണ്? നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്ത, ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജീവനില്ലാത്ത പ്രവൃത്തിയാണോ ജീവനില്ലാത്ത വിശ്വാസമാണോ ഇവിടെ പറയുന്നത്? ജീവനില്ലാത്ത വിശ്വാസം. ഇവിടെ പറയും ജീവനില്ലാത്ത വിശ്വാസം. എന്താണ്? പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസത്തിന് എന്തില്ല? ജീവനില്ല. അപ്പൊ യാക്കോബ് ശ്ലീഹ പറയുന്നത് ജീവനില്ലാത്ത വിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് ജീവനില്ലാത്ത വിശ്വാസം? നിർജീവമായ വിശ്വാസം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് നിർജീവമായ വിശ്വാസം. എന്നാൽ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് നിർജീവ പ്രവൃത്തി. അത് മനസ്സിലാക്കണം. നിർജീവ പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇപ്പം ഞാൻ പറഞ്ഞ തൊട്ടു മുമ്പ് യാക്കോബ് ശ്ലീഹ 1:2-17 നമ്മൾ വായിച്ചെന്താണ്? നിർജീവമായ വിശ്വാസം. എന്താണ് നിർജീവമായ വിശ്വാസം? ജീവനില്ലാത്ത ചത്ത വിശ്വാസം. എന്താണ്? അതായത് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസമാണ് ചത്ത വിശ്വാസം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വായിച്ചേ. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തി, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മോചനം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് നിർജീവ വിശ്വാസം, ഒന്ന് നിർജീവ പ്രവൃത്തി. യാക്കോബ് ശ്ലീഹ പറയുന്നത് നിർജീവ വിശ്വാസം. എന്താണ് നിർജീവ വിശ്വാസം? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. ഹെബ്രായ ലേഖന കർത്താവ് പറയുന്നത് 6:1 നിർജീവ പ്രവൃത്തി.
എന്താണ് നിർജീവ പ്രവൃത്തി? വിശ്വാസമില്ലാത്ത പ്രവൃത്തി. വിശ്വാസം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത രക്ഷയുടെ കാര്യങ്ങളിൽ വിശ്വാസമില്ലാതെ നിങ്ങൾ ഈ കേരളത്തിലുള്ള എല്ലാ പാവപ്പെട്ടവർക്കും വിടുവിച്ചു കൊടുത്താലും അതിനെ ബൈബിൾ വിളിക്കുന്ന പേര് നിർജീവ പ്രവൃത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും മനസ്സിലാക്കണം. നിർജീവ വിശ്വാസവുമുണ്ട്, നിർജീവ പ്രവൃത്തിയുമുണ്ട്. നമ്മളെ യേശു മോചിപ്പിച്ചത് നിർജീവ പ്രവൃത്തികളിൽ നിന്നാണ്. ഈ ജഡത്തിൻ്റെ പ്രവൃത്തി, നമ്മൾ ജഡത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അങ്ങനെ അവരെ ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ആ 15 കൺവെൻഷൻ നടത്തി, 50,000 അത് ചെയ്തു. വിശ്വാസമില്ല. പക്ഷേ എന്ത് വിശ്വാസമില്ല? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാതെ, യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസമില്ലാതെ, വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ എന്തെല്ലാം നന്മ ചെയ്താലും അതിനെ ബൈബിൾ വിളിക്കുന്ന പേരെന്താണ്? നിർജീവ പ്രവൃത്തി. ഇത് രണ്ടുമുണ്ട്. വിശ്വാസമില്ലാത്ത പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തി. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസമാണ് നിർജീവ വിശ്വാസം. മനസ്സിലായോ? വിശ്വാസമില്ലാത്ത പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് നിർജീവ വിശ്വാസം, ചത്ത വിശ്വാസം. മനസ്സിലായോ? വിശ്വാസമില്ലാത്ത പ്രവൃത്തിയാണ് ചത്ത പ്രവൃത്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ് ചത്ത വിശ്വാസം. ഇനി യാക്കോബ് സ്ലേഖയിലേക്ക് തിരിച്ചു വന്നേ. വ്യക്തത കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ? അപ്പോൾ യാക്കോബ് സ്ലേഖ പറയാണ്, നിങ്ങൾ പറയാണ് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ പ്രവൃത്തിയില്ല. പ്രവൃത്തികൾ കൂടാതെ 2:17 യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അടുത്ത വായിച്ച 18 എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള എൻ്റെ വിശ്വാസം, നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. കണ്ടോ? ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്. അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് വെച്ച് അവർ രക്ഷപ്പെടുവോ? ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന മതങ്ങൾ വേറെയുമുണ്ട്. ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്, അത് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ അബ്രഹാം മൂഢനായ മനുഷ്യ, വാക്കി വരും, അത് വായിച്ച്, മൂഢനായ മനുഷ്യ, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്താണ്? ഫലരഹിതം, ഫലമില്ലാത്തത്, ഗുണമില്ലാത്തത്, പ്രയോജനമില്ലാത്തത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ അപ്പോസ്തലൻ വിളിക്കുന്നത് ഫലരഹിതം. നേരത്തെ വിളിച്ച വാക്കെന്താണ്? ചത്ത വിശ്വാസം. ഇപ്പോൾ പറയാണ് ഫലരഹിതമായ വിശ്വാസം. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, രക്ഷിക്കാൻ കഴിവില്ലാത്ത വിശ്വാസം. 3 കാര്യങ്ങളാണ് പറഞ്ഞേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ എന്തൊക്കെയാണ്? രക്ഷിക്കാൻ കഴിവില്ലാത്ത വിശ്വാസം, 2 ചത്ത വിശ്വാസം, 3 ഫലരഹിതമായ വിശ്വാസം. ഇനി അടുത്ത വായിച്ചേ, നമ്മുടെ പിതാവായ അബ്രഹാം 21 വായിച്ചേ. നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ കണ്ടോ? അപ്പോൾ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നത് എന്തിലാണ്? പ്രവൃത്തിയിലാണ്. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് യേശുവിൽ വിശ്വസിച്ചു, വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ഒരിക്കൽ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഞാൻ എന്നേക്കും രക്ഷപ്പെട്ടു എന്ന ചിന്ത കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കൽ ഞാൻ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്നേക്കും രക്ഷപ്പെടില്ല. എന്ത് ചെയ്യണം? ഈ രക്ഷ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി അത് തൻ്റെ പ്രവർത്തികളിലൂടെ പൂർണ്ണമാക്കണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? വായിച്ചേ, വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി, അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. 24 വളരെ ശ്രദ്ധിക്കണം, എന്നെ വളരെ ശ്രദ്ധിക്കണം, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. എന്താ ഇവിടെ പറയുന്നത്? ഞാൻ പറയുന്ന സൂക്ഷ്മതകൾ കേട്ടാൽ മതി. 24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല എന്ന
വാക്യത്തെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം. വിശ്വാസം കൊണ്ട് മാത്രമല്ല, നോട്ട് ബൈ ഫെയ്ത്ത് എലോൺ, നോട്ട് ബൈ ഫെയ്ത്ത് എലോൺ. അനേകം പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ രക്ഷയെ വ്യാഖ്യാനിക്കുന്നത് ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം, ഫെയ്ത്ത് എലോൺ. വിശ്വാസം മാത്രം എന്ന ഒറ്റ വാക്യം പോലും ബൈബിളിലില്ല. എന്നാൽ ബൈബിളിലുള്ള വാക്യം എന്തെന്നറിയാം? വിശ്വാസം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല എന്ന വാക്യമാണ് ബൈബിളിലുള്ളത്. വിശ്വാസം കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന ഒറ്റ വാക്യം പോലും ബൈബിളിലില്ല. ബൈബിളിലുള്ള വാക്യം എന്താണ്? വിശ്വാസം കൊണ്ട് മാത്രം ഒരു വ്യക്തി രക്ഷപ്പെടില്ല എന്ന ആശയമാണ് ബൈബിളിലുള്ളത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഫെയ്ത്ത് അലോൺ, സോളാ ഫീദേ, ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി, ഒരു പ്രവൃത്തിയും വേണ്ട എന്ന് പറയുന്നത് വചനവിരുദ്ധമാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പ്രവൃത്തി വേണം. മനസ്സിലായോ? വെറും പ്രവൃത്തിയല്ല, ചത്ത പ്രവൃത്തിയല്ല, വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തി, അത് വേണം. ഇത് വളരെ ക്ലിയറാണ് ബൈബിൾ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, കണ്ടോ, വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്താക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. അടുത്തതിനെ വിളിക്കുന്നത് മരിച്ച മൃതമായ വിശ്വാസം. മനസ്സിലായോ? 4 കാര്യങ്ങളാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ പറഞ്ഞത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ 4 പേരാണ് യാക്കോബ് ശ്ലീഹ വിളിച്ചത്. 1, രക്ഷിക്കാൻ കഴിവില്ലാത്ത വിശ്വാസം. 2, നിർജീവ വിശ്വാസം. 3, ഫലരഹിതമായ വിശ്വാസം. 4, മൃതമായ മരിച്ച വിശ്വാസം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് സ്തുതിച്ചേ. കർത്താവ് വലിയ വെളിപ്പെടുത്തലുകൾ തരും. നന്നായിട്ട് സ്തുതിച്ചേ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. സംസാരിക്കണമേ കർത്താവേ, സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. പെന്തക്കോസ്താ സഹോദരങ്ങൾ കത്തോലിക്ക വിശ്വാസികളെയും അപ്പസ്തോലിക സഭകളെയൊക്കെ വിമർശിക്കുന്നത് പ്രധാനമായും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് എന്താണ്? നിങ്ങൾ പ്രവർത്തികളിൽ ആശ്രയിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടി, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്. മനസ്സിലായല്ലോ? പ്രവൃത്തി വേണോ? പ്രവൃത്തി ഉണ്ടെങ്കിലേ വിശ്വാസം പൂർണ്ണമാക്കപ്പെടൂ. നിങ്ങൾ പ്രവൃത്തികൾ വഴിയാണ് രക്ഷപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അല്ല, കത്തോലിക്ക സഭ അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. സൂക്ഷിച്ച് കേൾക്കുക. കത്തോലിക്ക തിരുസഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല പ്രവൃത്തികൾ വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നതെന്ന്. അങ്ങനെ തിരുസഭ പഠിപ്പിക്കുന്നില്ല. തിരുസഭ എന്താ പഠിപ്പിക്കുന്നത്? ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴിയാണ്. പക്ഷെ ആ വിശ്വാസത്തിനകത്ത് പ്രവൃത്തി ഉണ്ട്. ശരിക്കും മനസ്സിലാക്കണം. കത്തോലിക്ക തിരുസഭ ഒരിക്കലും പ്രവൃത്തികൾ വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നതെന്ന് ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് പഠിപ്പിച്ചത്? വിശ്വാസം വഴിയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമല്ല. ആ വിശ്വാസത്തിനകത്ത് തന്നെ ഒബീഡിയൻസ് ഉണ്ട്, അനുസരണമുണ്ട്, പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം രക്ഷാകരമല്ല. വ്യക്തമായോ? വളരെ ക്ലിയർ അല്ലേ? വളരെ വ്യക്തമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന്, നിങ്ങൾ കൊണ്ടുപോയി മാമോദീസ കൊടുക്കുന്നു, നിങ്ങൾ പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുന്നു, അല്ലെ രോഗീലേപനം കൊടുക്കുന്നു, ചടങ്ങുകൾ നടത്തുന്നു, ആചാരങ്ങൾ നടത്തുന്നു. ഈ പ്രവൃത്തികൾ വഴി നിങ്ങൾ രക്ഷപ്പെടില്ല എന്നാ പറയുന്നത്. പക്ഷേ ഈ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഈ പ്രവൃത്തികൾ മാത്രം പോരാ. നമ്മൾ ഇന്നലെ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടു, സ്നേഹം വേണം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ. അപ്പോൾ തിരുസഭയിലെ പ്രവൃത്തികൾ 2 വിധത്തിലുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. തിരുസഭയിലെ വിശ്വാസികളുടെ പ്രവൃത്തികൾ 2 വിധത്തിലാണ്. അല്ലെ, വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രവൃത്തികൾ 2 വിധത്തിലാണ്. ഒന്ന്, കൂദാശപരമായ പ്രവൃത്തികൾ. 2, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. എന്തൊക്കെയാണ്?
ഇപ്പം നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്നിൽ ഈ 2 പ്രവൃത്തി ഉണ്ടാവണം. ഈ 2 പ്രവൃത്തികൾ നടക്കണം. എന്തൊക്കെയാണ്? 1 കൂദാശ എന്ന പ്രവൃത്തി, 2 സ്നേഹത്തിൻ്റെ പ്രവൃത്തി. അല്ലേ? കൂദാശ എന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, അല്ലേ? വിവാഹം എന്ന കൂദാശയായിട്ട് സ്വീകരിക്കണം. ഇതെല്ലാം പ്രവൃത്തികളാണ്. ഇതിനെല്ലാം കാറ്റഗിസം വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെന്നാണ്. വിശ്വാസത്തിൻ്റെ ഇതെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, യേശുവിൻ്റെ പ്രവൃത്തിയാണ്. മാമോദീസ നമ്മുടെ പ്രവൃത്തിയാണോ? അല്ല, അത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ പ്രവൃത്തിയാണോ? അല്ല, യേശു കാൽവരി മലയിൽ അർപ്പിച്ച ബലിയാണത്, യേശുവിൻ്റെ പ്രവൃത്തിയാണത്. അപ്പോൾ ശ്രദ്ധിക്കുക, കൂദാശകൾ എന്ന പ്രവൃത്തികളും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും, ഇത് രണ്ടുമാണ് നമ്മുടെ രക്ഷ പൂർത്തിയാക്കാൻ സഹായിക്കുന്നത്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. രക്ഷ പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് കൂദാശാപരമായ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും. വ്യക്തമായോ? അപ്പോൾ ഇനി ഞാൻ അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ ആരാ പറഞ്ഞേ? വിശ്വാസികൾ ഇങ്ങനെ പ്രവർത്തിക്കണം, മാമോദീസ സ്വീകരിക്കണം. ആരാ പറഞ്ഞേ? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിച്ച് സ്നാനം ഏൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആരാ പറഞ്ഞേ? ഈശോ ആണല്ലോ. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യണമെന്ന് മനുഷ്യരാരെങ്കിലും ആണോ പറഞ്ഞത്? അപ്പോൾ യേശുവാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശു പറഞ്ഞ പ്രവൃത്തിയാണ്. ക്ലിയർ ആണല്ലോ? കുർബാന അർപ്പിക്കണമെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ മടങ്ങി വരുവോളം ഇത് ചെയ്യണം. ആരാ പറഞ്ഞേ? യേശുവാണ് പറഞ്ഞത്. അപ്പോൾ യേശു ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. ഇതാരാ പറഞ്ഞേ? യേശുവാണ് പറഞ്ഞത്. അപ്പോൾ യേശു പറഞ്ഞ പ്രവൃത്തികളാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്, ഞാൻ മടങ്ങി വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഈ ചെയ്യണം എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത് ആരുടെ? നമ്മുടെ പ്രവൃത്തിയല്ലത്, ഇത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ നമ്മൾ പങ്കുചേരണം. യഥാർത്ഥത്തിൽ ആരാണ് ബലിയർപ്പിക്കുന്നത്? ബലിയർപ്പിക്കുന്നത് യേശുവാണ്. ബലിയർപ്പിക്കുന്ന യേശുവാണ്. എന്നേക്കുമായി കാൽവരി മലയിൽ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ആ ബലിയുടെ യോഗ്യതകൾ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈശോ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ റോമർ 8 വായിക്കുന്നുണ്ട്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു. ഇപ്പോൾ യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ ബലിയുടെ യോഗ്യതകൾ ലോകം മുഴുവൻ വ്യാപിക്കാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവ് ഈശോ മിശിഹായുടെ ഈ പുരോഹിത ശുശ്രൂഷയിൽ, എന്താണ് പുരോഹിത ശുശ്രൂഷ? ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളിലേക്കും തൻ്റെ ബലിയുടെ യോഗ്യത എത്തണം എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? യേശു. ഈ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഈ സ്വർഗീയ ബലിയിലാണ് നമ്മൾ ഓരോ കുർബാനയിലും അതുകൊണ്ടാണ് 3 റീത്തിലെയും, ഇപ്പം കേരളത്തിലെ 3 റീത്തിലെയും പരിശുദ്ധ കുർബാനയിൽ ഈ ബലി നടക്കുന്നത് സ്വർഗത്തിലാണ് എന്ന സൂചനയുണ്ട്. ഈ ബലി നടക്കുന്നത് സ്വർഗത്തിലാണ്. എങ്ങനെയാണ് പറയുന്നത്? ഉദാഹരണത്തിന് മലങ്കര കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നമ്മുടെ ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്ത് മിശിഹാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. മനസ്സിലായോ? കുർബാനയുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന തുടങ്ങാൻ പോവാണ്. അപ്പവും വീഞ്ഞും ആശീർവദിച്ച് യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്: നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവിൻ്റെ വലതുഭാഗത്ത് മിശിഹാതം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ജനം പറയുകയാണ്: ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. കണ്ടോ? സിറോ മലബാർ കുർബാനയിൽ പറയുകയാണ്: ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. മനസ്സിലായോ? നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. ലത്തീൻ കുർബാനയിൽ പറയുകയാണ്: ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ബലി നടക്കുന്നത് എവിടാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ
കാൽവരി മലയിൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയുടെ അനന്തമായ യോഗ്യതകൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിത്യപുരോഹിതനായ യേശുവിൻ്റെ ആ മധ്യസ്ഥ ശുശ്രൂഷയിൽ, ആ പുരോഹിത ശുശ്രൂഷയിൽ, ആ ബലിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത് ആരാണ് പറഞ്ഞത് ഇത് ചെയ്യണമെന്ന്? യേശു. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടത് യേശുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന. കർത്താവാണിത് പറഞ്ഞത്. മനസ്സിലായോ? മലങ്കര കുർബാന എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ, അല്ല, കർത്താവ് പറയുകയാണ്, ഈ രഹസ്യങ്ങൾ ഞാൻ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. കർത്താവിൻ്റെ കൽപ്പനയാണ്, അല്ലേ? കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ദുഃഖിതരും ആകുലരുമായി ഞങ്ങൾ ഇതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നന്ദി പ്രകാശിപ്പിക്കുവാൻ. മനസ്സിലായി? അങ്ങയുടെ കൽപ്പന. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരു ബലിയർപ്പണത്തിന് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരെയാണ് നമ്മൾ അനുസരിക്കുന്നത്? യേശുവിനെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ. കൊറോണ വന്നുകൊണ്ട് പള്ളിയിൽ പോകാത്തവരല്ല, ഉറക്കട്ടെ, ഹൃദയത്തിൽ ഉറക്കട്ടെ. നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ കൽപ്പന ലംഘിക്കുകയാണ്. കുർബാനയ്ക്ക് പോണം. ഇപ്പം നിങ്ങൾ പറയും കൊറോണ. ഞാൻ പറയട്ടെ, ഈ തിരുവനന്തപുരത്ത് പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഈ സ്ഥലത്ത് കേരളത്തിലുള്ള എല്ലാ ആളുകളും, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും, ലോകത്തുള്ള എല്ലാ ആളുകളും അറിഞ്ഞോ, ഈ കേരളത്തിൽ പാവപ്പെട്ട കൂലിപ്പണിക്കാർ, കർഷകർ, പാവപ്പെട്ട മനുഷ്യർ, റോഡ് പണിക്കാർ, കൂലിപ്പണിക്കാർ, അവരുടെ സ്ഥലങ്ങളിൽ ഈ ലോക്ക്ഡൗൺ തുടങ്ങി ഇന്ന് വരെ കുർബാന മുടങ്ങാത്ത 100 കണക്കിന് പള്ളികളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇപ്പോഴും പള്ളികൾ അടച്ചിട്ടിരിക്കുന്നവർ അറിഞ്ഞുകൊള്ളുക. തിരുവനന്തപുരത്തെ ലത്തീൻ രൂപതയിൽ എൻ്റെ സുഹൃത്തായ രാജശേഖരൻ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 1500 പേരാണ് ഓരോ ദിവസവും കുർബാനയ്ക്ക് വരുന്നത്. 1500 പേര്. ആരാണെന്നറിയാം നിങ്ങൾക്ക്? തീരപ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യർ, മത്സ്യബന്ധന തൊഴിലാളികൾ. 1500 പേർ ഒരു ദിവസം. നവംബർ 20-ാം തീയതി അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നവംബർ 20-ന് ഇന്ന് രാവിലെയും വന്നു 1500 പേർ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടോ, അങ്ങനെ അച്ഛൻ്റെ പള്ളി വന്ന ഒറ്റയാൾക്ക് പോലും കൊറോണ പിടിച്ചതായി ഒരു ചരിത്രം ഉണ്ടായില്ല. 1500 പേരെ വന്നേ. എല്ലാ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ച സമയത്തും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന കോവിഡ് എന്ന് പറഞ്ഞ് ഇനി മുടക്കരുത്. എൻ്റെ അറിവിലില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞു തന്നാൽ മതി. പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കൊറോണ ബാധിച്ച ഒരാളെ കുറിച്ച് പോലും കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടേ ഒന്ന് പറയണം. പള്ളിയിൽ പോയി കൊറോണ പിടിച്ചു, കുർബാനയ്ക്ക് പോയി കൊറോണ പിടിച്ചു, കുർബാന നാവിൽ സ്വീകരിച്ച് കൊറോണ പിടിച്ചു എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടില്ല, നമ്മുടെ അറിവിലില്ല. ഉണ്ടെങ്കിൽ പറയണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് കൊറോണ പിടിച്ചാൽ, അല്ലെ കുർബാന അർപ്പിച്ചിട്ട് എനിക്ക് കൊറോണ പിടിച്ചാൽ, ഞാൻ സന്തോഷത്തോടെ ആ കൊറോണ സഹിക്കണം. നമുക്ക് എന്താണ് വലുത് എന്നൊരു ചോദ്യം ഈ നാളുകളിൽ ദൈവം ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് വലുത്? നിങ്ങളുടെ ജീവനാണോ വലുത്? നിങ്ങളുടെ സേഫ്റ്റിയാണോ വലുത്? അതോ നിങ്ങൾക്ക് എൻ്റെ ശരീരവും രക്തമാണോ വലുത്? ഈ ചോദ്യമാണ് ദൈവം ചോദിച്ചത്. എന്താണ് വലുത്? എന്താ വലുത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണോ വലുത്? എൻ്റെ ജീവനാണോ വലുത്? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കട്ടപ്പനയിലുള്ള എൻ്റെ 2-3 സുഹൃത്തുക്കൾ, 4 പേരാണ് അവർ പങ്കുവെച്ച ഒരു ഹൃദയം തകർന്നു പോകുന്ന ഒരനുഭവം. ലോക്ക്ഡൗൺ ആരംഭിച്ചു, പള്ളികളെല്ലാം അടച്ചു, പരിശുദ്ധ കുർബാന വേണം, പരിശുദ്ധ കുർബാന വേണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടടുത്ത് ഒരു ബോയ്സ് ഹോമുണ്ട്. ആ ബോയ്സ് ഹോമിൽ ഒരച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന തരാമോ?
അച്ഛൻ പറഞ്ഞു, നിങ്ങളിവിടെ വന്നാൽ ഞാൻ ചൊല്ലിത്തരാം. അവർ രാത്രി 10 മണിക്ക് കാറുമായിട്ട് പോവും. പോലീസ് ചെക്കിംഗ് ഉള്ള സ്ഥലങ്ങളാണ്. പോലീസ് ആരും പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ അവർ പോകുമ്പോൾ 2 തവണ ചെക്കിംഗ് ഉണ്ടായി. 2 തവണ അവരെ വിട്ടു. ആകെ ഈ 8 മാസത്തിനിടയിൽ 2 തവണ ചെക്കിംഗ് ഉണ്ടായി. 2 തവണയും വിട്ടു. അവിടെ ചെന്നിട്ട് തിങ്കളാഴ്ച ഞാൻ പോകുന്നതെന്ന് വെച്ചോ. തിങ്കളാഴ്ച വൈകിട്ട് 10 മണിക്ക് പോകുന്നു. 10:30 അവിടെ ചെല്ലുന്നു. 11 മണിയാകുമ്പോൾ അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ചത്തെ കുർബാന കണ്ടു. എന്നിട്ട് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഒരു 12:15 വരെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. 12:15 അച്ഛൻ അടുത്ത കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കുർബാനയും കണ്ടു രാത്രി. എന്നിട്ട് വെളുപ്പിനെ അവർ തിരിച്ചു പോരുന്നു. എന്നിട്ട് വീണ്ടും അവർ ബുധനാഴ്ച വൈകിട്ട് 10 മണിക്ക് പോകുന്നു. ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും കുർബാനയെ സംബന്ധിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് പോകുന്നു. വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെ കുർബാനയെ സംബന്ധിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതായത് പറയുകയാണ്, സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, ഇന്ന് വരെ ഒരൊറ്റ വിശുദ്ധ കുർബാന കോവിഡ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മടങ്ങിയിട്ടില്ല. ഇതെനിക്കറിയാവുന്ന ഉദാഹരണങ്ങളെ മാത്രം ഞാൻ പറയുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ആത്മായ വിശ്വാസികൾ നമ്മൾ പള്ളികൾ അടച്ചിട്ടും കുർബാന ഒരൊറ്റ ദിവസം പോലും മുടക്കാത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികൾ കേരള സഭയിൽ ഉണ്ട് എന്നോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കോവിഡ് ആയതുകൊണ്ട് ഒരു പള്ളി പോയിരുന്നില്ല. എൻ്റെ സുഹൃത്ത് ഡോക്ടർ സുജിത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്കിടയിലും എവിടെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. 5 പേർക്ക് മാത്രം കുർബാനയെ സംബന്ധിക്കാൻ അനുവാദം ഉണ്ടായിരുന്ന സമയത്ത് പോയി പള്ളിയുടെ മുറ്റത്ത് പോയി നിൽക്കും. പക്ഷെ ഒരൊറ്റ ദിവസം പോലും പരിശുദ്ധ കുർബാന കൊടുക്കാതെ കർത്താവ് വിട്ടിട്ടില്ല. മുറ്റത്ത് പോയി നിന്ന് കുർബാന കണ്ടിട്ട് പോരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവരുളിയ കൽപ്പനയാണ്. കർത്താവരുളിയ കൽപ്പന. പള്ളികൾ അടച്ചത് കൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല ഇത്. ഇതിനകത്ത് ഞങ്ങളും നിങ്ങളും ഒരുപോലെ കുറ്റക്കാരാണ്. ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷെ കർത്താവ് ഈ നാളുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാ പള്ളികൾ തുറന്നു, ഇതാ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനകൾ ആരംഭിച്ചു. ഇനിയും പള്ളിയിൽ പോകാത്ത സഹോദരങ്ങളെ, ഇനിയും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഭയപ്പെട്ട് അകത്തിരിക്കുന്ന മക്കളെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. കടുത്ത കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഒരൊറ്റ ദിവസം പോലും ബലി മുടക്കാത്ത 10,000-കണക്കിന് വിശ്വാസികൾ ഈ കേരളത്തിലുണ്ട്. ഈ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലുണ്ട്, പാവപ്പെട്ട ഞങ്ങളുടെ മിഷനുകളിലുണ്ട്. ഒറ്റ ആഴ്ച കുർബാന മുടങ്ങാത്ത പള്ളികളുണ്ട് ഇവിടെ. ഒന്നുച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനം തുറന്ന് ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അരുളിയ കൽപ്പനയാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ കാണുകയാണ്. ഇവിടെ നമുക്ക് വിശദമായിട്ട് ഇത് പരിശോധിച്ച് പോവാം. ഇതിൻ്റെ 1-ാമത്തെ ഭാഗം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുക. യോഹന്നാൻ 6-ാം അധ്യായം 1 മുതൽ 15 വരെ പ്രതിപാദിക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. യോഹന്നാൻ 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യേശു വെള്ളത്തിന് മീതെ നടക്കുന്ന ഭാഗമാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 59 വരെ യേശു പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. കഥ പറയുകയാണ്. ഇനി 60 മുതൽ താഴോട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 60 മുതൽ 65 വരെ നമ്മൾ വായിക്കുന്നത് 66 വരെ 60 മുതൽ 66 വരെ അനേകം ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് യേശുവിനെ വിട്ടുപോയി. 60 മുതൽ 66 വരെ. 67 മുതൽ കർത്താവ് തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഈ ശിഷ്യന്മാർ വിട്ടുപോയിട്ടും കർത്താവ് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല. ഇങ്ങനെ 5 ഭാഗമായിട്ട് ഈ 6-ാം അധ്യായത്തെ ഡിവൈഡ് ചെയ്താൽ വേഗം ഞാൻ പറഞ്ഞു പോകാം. 1-ാമത്തെ ഭാഗം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗത്ത്
ഈശോ മിശിഹ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ കയ്യിൽ അപ്പം വെച്ച് തന്നാൽ, ഇപ്പം ഇതൊരു ബലിപീഠമാണെങ്കിൽ ഈ ബലിപീഠത്തിൽ അപ്പം എടുത്തു വച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈ ബലിപീഠത്തിൽ അപ്പം എടുത്തു വച്ചാൽ, കർത്താവ് പറയുകയാണ് ആ അപ്പം ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ദൈവമാണ്. ഇതാണ് അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ അർത്ഥം. അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. യേശു പറയുകയാണ് അപ്പത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ പരിശുദ്ധ കുർബാന അപ്പത്തിൽ യേശുവിന് മാറ്റം വരുത്താൻ പറ്റും എന്ന് യേശു വെറുതെ പറയുകയല്ല, യേശു അത് പ്രൂവ് ചെയ്തു. എങ്ങനെ? 5 അപ്പം 5000 വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് കർത്താവ് പ്രൂവ് ചെയ്തു, ഞാൻ ദൈവമാണ്, എനിക്ക് അപ്പം മാറ്റം വരുത്താൻ കഴിവ് ഉണ്ട്, അങ്ങനത്തെ ദൈവമാണ് ഞാൻ. ഓക്കെ, അപ്പത്തെ മാറ്റാൻ പറ്റും. അപ്പത്തെ എന്താക്കി മാറ്റാൻ പറ്റും? എൻ്റെ ശരീരമാക്കി മാറ്റാൻ പറ്റും. അപ്പത്തെ മാറ്റാൻ പറ്റും. എന്താക്കി? എൻ്റെ ശരീരമാക്കി മാറ്റാൻ പറ്റും. ഇതാണ് ആദ്യ ഭാഗം. ക്ലിയർ ആണല്ലോ? രണ്ടാം ഭാഗം, യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുകയാണ്. വെള്ളത്തിന് മീതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു വസ്തു, ഇപ്പം ഞാൻ ഇതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഇത് താണു പോവും. ഇപ്പം ഇത് ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് ഇട്ടാൽ താണു പോവും. ഇത് ഇരുമ്പ് കൊണ്ടുള്ളൊരു സാധനമാണല്ലോ. ഇതിനെ ഈ പ്ലാസ്റ്റിക് താണു പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് താണു പോകും. ഇപ്പം ഈ മൈക്ക് എടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടാൽ അത് പെട്ടെന്ന് താണു പോകും. ഇരുമ്പ് താണു പോകും, പക്ഷെ ഇരുമ്പ് കപ്പൽ താഴുന്നില്ല. എന്തുകൊണ്ട്? ഇരുമ്പ് ഇട്ടാൽ താണു പോകും, ഇരുമ്പ് കപ്പൽ താഴില്ല. കാരണം താണുപോകാത്ത വിധത്തിൽ അതിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തി. ഏത്? ഈ ഇരുമ്പിൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തി, ആ മെറ്റീരിയലിനെ താഴാത്ത ഒരു സ്ട്രക്ചറിലാക്കി, ഒരു ഫോമിലാക്കി. യേശു വെള്ളത്തിന് മീതെ നടന്നു. യേശു വെള്ളത്തിൽ താണുപോയോ? ഇല്ല, യേശു താണില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇരുമ്പ് കപ്പൽ താഴാത്തതുപോലെ യേശു വെള്ളത്തിൽ താണില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? വെള്ളത്തിനല്ല മാറ്റം വന്നത്, യേശുവിനാണ് മാറ്റം വന്നത്. യേശു എന്ത് ചെയ്തു? യേശു എന്താ ഇവിടെ ചെയ്തത് വെള്ളത്തിൽ താഴാതിരിക്കാൻ? യേശു നമുക്കറിയാത്ത ഏതോ ഒരു വിധത്തിൽ തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വരുത്തി. തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തി, ശരീരത്തെ ഭാരമില്ലാത്തൊരു ശരീരമാക്കി മാറ്റി, ശരീരത്തെ രൂപാന്തരപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ശരീരത്തെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ആ ശരീരം വെള്ളത്തിൽ താണില്ല. എന്നാൽ അതേ വെള്ളത്തിൽ പത്രോസ്ലീഹ താണു. അപ്പോൾ ഈശോ ഈ രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ പറയുകയാണ്, എനിക്കെൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുന്ന ദൈവമാണ് ഞാൻ. ആദ്യത്തെ സംഭവത്തെ എന്താ പറഞ്ഞേ? എനിക്ക് എന്തിൽ മാറ്റം വരുത്താൻ പറ്റും? അപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും. എനിക്ക് അപ്പത്തെ ശരീരമാക്കി മാറ്റാം. രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ ഈശോ എന്താ പറയാൻ ശ്രമിച്ചത്? എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താം, എനിക്ക് ശരീരത്തെ അപ്പമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ശിഷ്യന്മാരുടെ കൺമുമ്പിൽ വെച്ച് തെളിയിച്ചിട്ടാണ് കർത്താവ് യേശു മിശിഹ സിഹിയോൻ മാളികയിൽ വെച്ച് അപ്പം എടുത്തിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ ശരീരം. ചോദ്യം, മാറുമോ? മാറും. എന്തുകൊണ്ട് മാറും? മാറുമെന്ന് തെളിയിച്ചല്ലേ, മാറുമെന്ന് തെളിയിച്ചതല്ലേ, വെറുതെ പറഞ്ഞല്ല. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കപ്പലിൽ നിന്നുകൊണ്ട് പറഞ്ഞല്ല, മറിച്ച് പറയുകയാണ്, എനിക്കിത് മാറ്റം വരുത്താൻ പറ്റും. വെറുതെ പറയല്ല, പ്രൂവ് ചെയ്തു. 5 അപ്പം 5000 ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് പറഞ്ഞു, അപ്പത്തിൽ മാറ്റം വരുത്തുന്ന ദൈവമാണ് ഞാൻ. വെള്ളത്തിൽ താഴാത്ത വിധം തൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പറഞ്ഞു, ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ദൈവമാണ് ഞാൻ. അങ്ങനെ അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് തൻ്റെ കാണികളുടെ മുമ്പിൽ, തൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തിട്ട് സിഹിയോൻ മാളികയിൽ വെച്ച് 12 അപ്പസ്തോലന്മാരുടെ കൺമുമ്പിൽ വെച്ച് അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ദിസ് ഈസ് മൈ ബോഡി. അപ്പൊ അതുകൊണ്ട് കാണുന്നത് അപ്പം, പക്ഷേ സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരം. നിങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചപ്പോൾ നിങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് വെക്കാൻ പുരോഹിതൻ തിരുവോസ്തി എടുത്തപ്പോൾ നിങ്ങൾ കണ്ടതൊരപ്പം, പക്ഷെ നിങ്ങളുടെ അകത്ത് വന്നത് യേശു. അപ്പൊ ഇത് തെളിയിച്ചിട്ട് മൂന്നാമതായിട്ട് കർത്താവ് പറയുകയാണ്, ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്.
നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് എൻ്റെ പുറകെ വന്നത്. നമുക്ക് വായിച്ചു പോവാം. 6:25 മുതൽ വായിക്കാം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കും. മതി. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഈ അപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും രഹസ്യം മനസ്സിലാക്കിയിട്ടല്ല. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഞാൻ മരുഭൂമിയിൽ വെച്ച് അപ്പം തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി എൻ്റെ അടുത്ത് വരാതെ ഞാൻ തരുന്ന നിത്യജീവന് വേണ്ടി വാ. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ തരുന്ന അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വാ. ഈ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി, ഈ ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ കടബാധ്യത മാറാൻ വേണ്ടിയും അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം വരാതെ നിങ്ങൾ നിത്യജീവന് വേണ്ടി എൻ്റെ അടുത്ത് വാ. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് നമ്മൾ എന്തിനാ പോണേ? പള്ളിയിൽ പോകുന്ന എന്തിനാ? പ്രാർത്ഥിക്കുന്ന എന്തിനാ? ദൈവത്തെ വിളിക്കുന്ന എന്തിനാ? നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിത്യത. അപ്പോൾ അവർ ചോദിച്ചു, വായിച്ചേ 28 മുതൽ. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അതായത് അവർ ചോദിച്ചു, എന്താണ് കർത്താവ് ഞങ്ങളിൽ പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ ഈശോ മറുപടി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. നിങ്ങൾ എന്നെ അങ്ങ് വിശ്വസിച്ചാൽ മതി. ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത്? യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അപ്പം യേശുവിൻ്റെ ശരീരമാണ്, ഈ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാണ്. ഈ അപ്പവും വീഞ്ഞ് സ്വീകരിക്കുമ്പോൾ യേശു തന്നെയാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, യേശുവാണ് ജീവിക്കുന്നത്. ഇത് നിങ്ങൾ അങ്ങ് വിശ്വസിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ പ്രസാദിക്കും. കർത്താവ് പറയുകയാണ്. ഇനി വായിച്ചേ. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അല്ലേ? സുറമലവാക്കുവാനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയില്ലേ? വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസവനെ കീടും ഏവം നാഥനരുൾ. അതാണിത്. കണ്ടോ? ഈ വാക്യമാണിത്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. മലങ്കര കുർബാനയിൽ അവസാന ആശീർവാദത്തിൻ്റെ സമയത്ത് പറയും, നിങ്ങളുടെ നിങ്ങളുടെ മരിച്ചുപോയവരെ നിത്യമായി ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈ പരിശുദ്ധ തൃത്വം, പരിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ആശീർവാദം ഇതാണ്. അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരെ നിത്യമായി ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിത്യജീവൻ തരാൻ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം? യേശു പറഞ്ഞ പ്രവൃത്തി ചെയ്യണം. അതെന്താണ്? പരിശുദ്ധ കുർബാന, മാമോദീസ, പരിശുദ്ധ കുർബാന, കൂദാശകൾ. പിന്നെന്ത് ചെയ്യണം? ആ കൂദാശകളിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രവർത്തികളുടെ ജീവിതം നയിക്കണം. ഇതാണ് രക്ഷയുടെ വഴികൾ. ശ്രദ്ധിക്കാം.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന 41 മുതൽ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പം. അപ്പം എന്ത് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്? ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വായിച്ചേ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. കണ്ടോ? നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ ഇവിടെ പറയുന്നേ? നിങ്ങൾ മനുഷ്യപുത്രൻ. എന്തിനാണ് കുർബാനയ്ക്ക് പോകേണ്ടത്? ഞാൻ ഇനി വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകണം. നമുക്കൊന്ന് എഴുന്നേറ്റ് ഒന്നുകൂടെ പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റേ. എന്നിട്ട് ഇനി നമുക്ക് നല്ല അടിസ്ഥാനപരമായ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുണ്ട്. ശക്തമായിട്ട് നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, കണ്ണടച്ച്. കർത്താവേ, വലിയ ബോധ്യങ്ങൾ തരണേ. ഒന്ന് ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ, മഹത്വം 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 മഹത്വം. യേശുവേ, ആരാധന ആരാധന ആരാധന. ഓ പരിശുദ്ധാത്മാവേ, മടുപ്പ്, മന്ദത, അലസത, ക്ഷീണം എല്ലാം മാറ്റി തരണമേ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ. കർത്താവേ, വചനം മനസ്സിലാക്കി തരണമേ. വചനത്തിന് അഭിഷേകം തരണമേ. വചനം ഗ്രഹിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉണർവോടെ, ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഒന്ന് ശക്തമായിട്ട് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുകയെ. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് കരങ്ങളടിച്ച് ശക്തിയോടെ ഒന്ന് പാടി ആരാധിച്ചേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ, അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ, അഗ്നിയയക്കൂ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ഉത്സാഹത്തോടെ ആത്മാവേ, അഗ്നിയായി നിറയണമേ. ശക്തിയോടെ സ്തുതിച്ചേ. അതരം തുറന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കണമേ. കർത്താവേ, കൂട്ടായ്മകളിൽ അങ്ങയുടെ ശക്തി ഇപ്പോൾ നിറയണമേ. കർത്താവേ, ചങ്ങലകൾ ഇപ്പോൾ അഴിയണമേ. കർത്താവേ, അടിമത്തങ്ങൾ ഇപ്പോൾ വിട്ടുപോകണമേ. കർത്താവേ, അവിശ്വാസം വിട്ടുപോകണമേ. കർത്താവേ, ഇപ്പോൾ സംശയ പ്രകൃതങ്ങളിൽ ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. കുടുംബങ്ങളെ വിടുവിക്കണമേ. അടിമത്തങ്ങളെ നീക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം ശക്തമാകണമേ. വിശ്വാസം ജ്വലിക്കണമേ. വിശ്വാസം നിറയണമേ. അഭിഷേകം നിറയണമേ. ഹല്ലേലൂയ, 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 ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. അപ്പോൾ നമ്മൾ വായിക്കുകയാണ് 53 6:53. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. 6:53 വായിക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ശ്രദ്ധിക്കുക, ജീവൻ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട ഒരു വാക്കാണ് ജീവൻ. ജീവൻ ഇത് പഠിച്ചാലേ യോഹന്നാന്റെ സുവിശേഷം മനസ്സിലാവൂ. എന്താണ് ജീവൻ? ജീവൻ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ തന്നെ പറയുകയാണ്, 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ യോഹന്നാൻ തന്നെ പറയുകയാണ്, ഞാൻ ഇതെല്ലാം ഈ സുവിശേഷം തന്നെ ഞാൻ എഴുതിയത്. യോഹന്നാൻ 20, 30, 31 കേട്ടാൽ മതി. യോഹന്നാൻ 20, 30, 31 പറയുകയാണ്, ഇതെല്ലാം ഈ സുവിശേഷം തന്നെ ഞാൻ എഴുതി. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സുവിശേഷം എഴുതിയത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇനി യോഹന്നാൻ 10:10 നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 10:10 പറയുകയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പിന്നെ ഇനി ആവർത്തിച്ച് ഈ 6-ൽ തന്നെ ഇഷ്ടം പോലെ തവണ ജീവനുണ്ട്. ജീവൻ, പുത്രനെ ദർശിക്കാത്തവന് ജീവൻ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം. യോഹന്നാൻ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, സമസ്തം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടില്ല. 4-ാമത്തെ വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിൽ കഴിഞ്ഞില്ല. എന്താണ് ഈ ജീവൻ? ഈ ജീവൻ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ അർത്ഥം ഈശോ തരുന്ന മരണത്തിന് ശേഷമുള്ള നിത്യജീവൻ, നശിക്കാത്ത ജീവൻ. നമുക്കിപ്പോൾ ഉള്ളത് തീരുന്നൊരു ജീവനാണ്. മരിക്കുമ്പോൾ ഈ ജീവൻ തീരും. എന്നാൽ ഈശോ തരുന്ന മരണമില്ലാത്തൊരു ജീവൻ, എന്നേക്കും നിലനിൽക്കുന്നൊരു ജീവൻ, ഒരർത്ഥം. രണ്ടാമത്തേത്, ഈ നമ്മുടെ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ ജീവൻ അങ്ങനെ പുറത്തു വരുന്നു. ഈ ജീവൻ യോഹന്നാൻ പറയുകയാണ്, അതൊരു വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ, യേശു തരുന്ന ഈ ജീവൻ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി കാല് കുത്തുന്നെടുത്ത് അന്ധകാരം മാറ്റുന്ന ഒരു വെളിച്ചം വ്യാപരിക്കും. എങ്ങനെയാണ് ഈ അന്ധകാരം? ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നു എന്ന് വെച്ചോ. അപ്പോൾ അവരുടെ മനസ്സിലെല്ലാം ഇപ്പോൾ ഇരുട്ടാണ്, വിഷമമാണ്. ആ വീട്ടിലേക്ക് യേശുവിൻ്റെ ജീവനുള്ള ഒരാൾ കയറി ചെന്നാൽ എന്ത് സംഭവിക്കും? അവിടെ പെട്ടെന്ന് വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാവും. ജീവനാണ് യേശുവിൻ്റെ ജീവൻ. ഇപ്പം നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഒരാൾ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുന്നെങ്കിൽ ആ വ്യക്തിയിൽ എന്താണ് വ്യാപരിച്ചത്? ഒരു വെളിച്ചം കയറി ചെന്നു, ഒരു ജീവനുണ്ടായി. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മളിൽ ഉണ്ടാവേണ്ടത് ഈ യേശുവിൻ്റെ ജീവനാണ്. നമ്മുടെ ജീവനല്ല, യേശുവിൻ്റെ ജീവൻ. എന്താണ്? എവിടെ ചെന്നാലും അവിടെ
നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇരുട്ടുണ്ടാവരുത്, ഉള്ള ഇരുട്ട് അപ്പം തന്നെ പോണം. വെളിച്ചമാണ്. എന്നിട്ട് പറയുകയാണ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഇരുളിൽ എന്ന് പറഞ്ഞാൽ ഈ വെട്ടം എത്ര ഇരുട്ട് വന്നാലും കത്തി തന്നെ നിൽക്കും. ഇരുട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ? സഹനം വന്നാലും, ഇപ്പം ഞാൻ നിന്നോട് സ്നേഹം കാണിക്കുന്നു, നിന്നോട് സ്നേഹം കാണിക്കുകയാണ്, അപ്പോൾ അതൊരു ജീവനാണ്. ഞാനിങ്ങനെ ഈ ജീവൻ, ഈ ഒരു വെളിച്ചം ഞാൻ നിനക്ക് തരികയാണ് അല്ലേ, ജീവൻ, ഞാൻ നിന്നോട് സ്നേഹം കാണിക്കുകയാണ്. എന്നാൽ നീ എന്ത് ചെയ്തു? ഞാൻ ഒരു ദിവസം അറിയാണ് നീ എന്നെ തെറി വിളിക്കുകയാണ്, അല്ലെ ഞാൻ കേൾക്കുക എന്നെ തെറി വിളിക്കുകയാണ്. പിന്നെ ഈ വെളിച്ചം അങ്ങോട്ട് വരുമോ? സാധാരണഗതിയിൽ എന്നിൽ നിന്ന് അങ്ങനെ ഒരു വെളിച്ചം ഇനി വരില്ല. എന്നാൽ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ ഉള്ളതെങ്കിൽ നീ തെറി വിളിച്ചാലും ഈ വെളിച്ചം അണയില്ല. നീ ചീത്ത വിളിച്ചാലും ഈ വെളിച്ചം അണയില്ല. ഇരുട്ടിൽ അല്ലേ, തെറി വിളിച്ച എന്താണ്? ഇരുട്ടാണ്. ആ ഇരുട്ടിലും ഇത് പ്രകാശിക്കും. ഇതായിരുന്നു യേശുവിൻ്റെ ജീവൻ. കുത്തിത്തുളച്ചിട്ടും തള്ളിപ്പറഞ്ഞിട്ടും ഒറ്റിക്കൊടുത്തിട്ടും വലിച്ചിഴച്ചിട്ടും കാറി തുപ്പിയിട്ടും പരിഹസിച്ചിട്ടും കുരിശിൽ തറച്ചിട്ടും കാൽവരി മലയുടെ നെറുകയിൽ അണയാതെ നിന്ന ഒരു വലിയ പ്രകാശഗോപുരം, വെളിച്ചം, അതായിരുന്നു യേശു. ക്രിസ്ത്യാനിയിൽ ഉണ്ടാവേണ്ടത് ആ വെളിച്ചമാണ്. തല്ലിച്ചതച്ചാലും പീഡിപ്പിച്ചാലും തകർത്ത് കളഞ്ഞാലും കൊല്ലുമെന്ന് പറഞ്ഞാലും പിന്നെയും 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 കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തേജോപുഞ്ചം, ഒരു പ്രകാശഗോപുരം, ഒരു വെളിച്ചം. അതാണ് അതാണ് ജീവൻ. പിടികിട്ടുന്നുണ്ട് എന്താണ് ജീവൻ എന്ന്? കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ജീവൻ വേണോ? ഇപ്പൊ ഭാര്യ നിങ്ങളെ ചതിച്ചു എന്നറിഞ്ഞാലും ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നൊരു ജീവൻ ഭർത്താവിന് വേണോ? വേണോ? അതാണ് യേശുവിൻ്റെ ജീവൻ. ഭർത്താവ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഭർത്താവിന് സ്നേഹത്തോടെ വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവൻ നിങ്ങൾക്ക് വേണോ? അതാണ് യേശുവിൻ്റെ ജീവൻ. ഈ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നിങ്ങൾ അറിഞ്ഞാൽ ഭാര്യ ചതിച്ചു ഭർത്താവ് ചതിച്ചു എന്നറിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്നുള്ള ജീവൻ വെച്ചിട്ട് നമ്മൾ എവിടെ എത്തി നിൽക്കും? കോടതി വരാന്തയിൽ വിവാഹമോചനം കാത്തു നിൽക്കും. എന്നാൽ നിങ്ങൾക്ക് യേശുവിൻ്റെ ജീവനാണുള്ളതെങ്കിലോ നിങ്ങളതെല്ലാം അറിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ സ്നേഹിക്കും, പിന്നെയും സ്നേഹിക്കാൻ തുടങ്ങും, പിന്നെയും സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ജീവൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ജീവൻ യേശുവിൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഈ ജീവൻ വേണമെങ്കിൽ നിങ്ങളുടെ തട്ടിപ്പ് വിദ്യ കൊണ്ടോ നിങ്ങളുടെ ജിംനാസ്റ്റിക്സ് കൊണ്ടോ നിങ്ങളുടെ ഈ തമ്പേറടി കൊണ്ടോ ഒന്നും ആ ജീവൻ ഉണ്ടാവില്ല. 50,000 തവണ ഹല്ലേലൂയ പറഞ്ഞാലൊന്നും ആ ജീവൻ ഉണ്ടാവില്ല. ആ ജീവൻ ഉണ്ടാവണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അല്ലാത്തവന് ഈ ജീവൻ ഉണ്ടാവില്ല. യേശുവിനെ പോലെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ യേശുവിൻ്റെ ശരീരം കിട്ടണം. അതാണ് ഈ താഴെ പറയുന്നത്. ഈ താഴോട്ട് വാ, അത് മനസ്സിലാക്കി തരാം. വായിച്ച 54, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അറിയാമോ? അതായത് എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷെ യേശുവാണ് എന്നെ ജീവിക്കുന്നതെങ്കിലോ യേശുവിന് അങ്ങനെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഡാനിയേലച്ചന് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല, അങ്ങനെ ചതിക്കുന്നവരെന്ന് സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷെ യേശുവിന് പറ്റും. അപ്പൊ യേശു പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളിൽ വസിക്കണം. ഞാൻ നിങ്ങളിൽ വസിക്കാൻ എന്താ വഴി? നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അപ്പൊ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ, യേശു സഹിച്ചതുപോലെ സഹിക്കാൻ പറ്റണമെങ്കിൽ, യേശു കണ്ടതുപോലെ മനുഷ്യരെ കാണാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ ശരീരം കിട്ടണം, അല്ലെ യേശു നമ്മളിൽ വസിക്കണം. യേശു നമ്മളിൽ വസിക്കാൻ എന്താ വഴി? യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കണം. അപ്പോൾ അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തൊരു വ്യക്തിക്ക് യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് കുർബാനയ്ക്ക് പോകണമെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ന്യായം. എൻ്റെ ശരീരം 56 വായിച്ചേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. 60 വായിച്ച 60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ
അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ. അതായത് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആയിരുന്ന സ്ഥലത്തേക്ക്, ഞാൻ ദൈവമായിരുന്നു, ആ ദൈവമാണ് ഇപ്പോൾ മനുഷ്യരായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഞാൻ തിരിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ. അപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുമോ? ഇതുപോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, 63 ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അടിവരയിട്ട് വായിക്കണം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്താണത് പറയുന്നത്? അതായത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഭാര്യ വഞ്ചിച്ചാലും ഭർത്താവ് ചതിച്ചാലും ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റണം, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ ഈ ശരീരം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങളെ ചതിച്ചിട്ടാണ് ഒരു ഭർത്താവ് കയറി വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ ഭർത്താവ് കയറി വരുന്നത് കാണുമ്പോഴേ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത് എന്താ? അരിശം, നീരസം, വെറുപ്പ്, പിണക്കം, കലഹം, വൈരാഗ്യം, ഇതെല്ലാം ഈ ശരീരത്തിൽ നിന്ന് വരാൻ പോണത്. എന്നാൽ ഒറ്റിക്കൊടുക്കാൻ കാശ് വാങ്ങിച്ചിട്ട് തൻ്റെ ടേബിളിൽ ഒപ്പം ഇരിക്കുന്ന യൂദാസിനെ കണ്ടപ്പോഴും യേശുവിന് വന്നത് സ്നേഹമാണ്. നമുക്ക് വരാൻ പോകുന്നത് അരിശവും നീരസവും വെറുപ്പാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഈ ശരീരം കൊണ്ട് അത് പറ്റില്ല. ഇതാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം. നിങ്ങളുടെ ശരീരം കൊണ്ട് ഇത് പറ്റില്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് എന്നെ ഒറ്റിക്കൊടുക്കാൻ പൈസ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന അവന് ആദ്യത്തെ കുർബാന കൊടുക്കാൻ നിങ്ങളുടെ ശരീരം കൊണ്ട് പറ്റില്ല. അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് ദ ഫ്ലഷ് പ്രോഫിറ്റ്സ് നത്തിങ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എൻ്റെ സ്നേഹം ഞാൻ സ്നേഹിക്കുന്ന ഒരു സ്നേഹം പുറത്തു വരില്ല. അങ്ങനെ ഒരു ജീവൻ വരണമെങ്കിൽ അത് തരുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനൊരു സ്നേഹം തരുന്നത്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഞാൻ സ്നേഹിച്ച പോലെ, അതായത് ഈ ശരീരത്തിൽ നിന്ന് യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റില്ല. യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ യേശുവിൻ്റെ ശരീരം കിട്ടണം. ആ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമേ യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റൂ. അതാണ് ലോജിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? എന്താ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ? എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അതിൽ നിന്ന് മാത്രമേ ഈ ജീവൻ കിട്ടൂ. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ ഇത്? ബാക്കി നിങ്ങൾ വായിച്ചോളുക. അപ്പോൾ അനേകം പേര് അവനെ വിട്ടുപോവുകയാണ്. വിട്ടുപോകുമ്പോഴും ഈശോ തൻ്റെ നിലപാട് തിരുത്തുന്നില്ല. പത്രോസിനോട് പറയുകയാണ്, നീയും പോകാൻ ആഗ്രഹിക്കുന്ന വേണേ പൊക്കോ, നീ ഇനി എൻ്റെ കൂടെ ഇത് മനസ്സിലായില്ലെങ്കിൽ വെറുതെ നടന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ സ്നേഹിച്ച പോലെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ പത്രോസെ നിൻ്റെ ശരീരം കൊണ്ട് പറ്റില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. അതിന് നീ തയ്യാറല്ലെങ്കിൽ നീ വേണമെങ്കിലും പൊക്കോളുക. അതുകൊണ്ട് അപ്പസ്തോലിക സഭകളിൽ നിന്ന് മറ്റു കൂട്ടായ്മകളിലേക്ക് പിരിഞ്ഞുപോയ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ ജീവനാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ പരിശുദ്ധ കുർബാനയാണ്, ഈ ജീവനാണ്. അനുദിനം യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങളിൽ ഈ ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു കന്യാസ്ത്രീ വിശുദ്ധ മദർ തെരേസയായത്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയിൽ ഒരു ഫ്രാൻസിസ് അസീസി ഉള്ളത്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയിൽ ഒരു ജെറാർഡ് മജല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ജോൺ മരിയ വെയ്യാനെ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു പാദ്രപ്പിയോ ഉള്ളത്. അതുകൊണ്ടാണ് കാർലോ അക്വിറ്റസ് ഉള്ളത്. ഇങ്ങനെ അനേകം വിശുദ്ധർ, വിശുദ്ധ റീത്ത, ഫിലോമിന, വിശുദ്ധ അമ്മ ത്രേസ്യ, കൊച്ചു ത്രേസ്യ, ഈ വിശുദ്ധരെല്ലാം ഉണ്ടായത് എന്താണ്? പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവർ സ്നേഹമായിട്ട് മാറി. മദർ തെരേസയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടക്കുകയാണ്, കഫം ഇങ്ങനെ വരികയാണ്, വേറെ ഒന്നുമില്ല കഫം എടുക്കാനായിട്ട്. മദർ തെരേസ അയാളുടെ വായോട് ചേർത്ത് വെച്ച് കഫം വലിച്ചെടുത്തു. കേട്ടിട്ട് നിങ്ങൾക്ക് അറപ്പ് വരുന്നില്ലേ? കേട്ടിട്ട്, അതായത് ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് കഫം വന്നയൊക്കെ ശ്വാസം മുട്ടുമ്പോൾ തുപ്പിക്കളയാൻ നിവൃത്തിയില്ല നിൽക്കുമ്പോൾ അയാളുടെ വായോട് ചേർത്ത് വെച്ചിട്ട് അയാളുടെ വായിലെ കഫം വലിച്ചെടുത്തു എന്ന് ഒരു കന്യാസ്ത്രീ. കേട്ടിട്ട് നിങ്ങൾക്ക് അറപ്പ് വരുന്നുണ്ടോ? അത് ചെയ്ത സ്ത്രീക്ക് അറപ്പ് വന്നിരുന്നില്ല. ഫ്രാൻസിസ് അസീസി ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ അദ്ദേഹത്തിന് അറപ്പ് വന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? യേശു സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും കിട്ടണം. ഈ മദർ തെരേസയ്ക്ക്, ഈ ഫ്രാൻസിസ് അസീസിക്കും ഒക്കെ യേശുവിൻ്റെ ശരീരവും രക്തവും കിട്ടിയിരുന്നു.
പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ, പെന്തക്കോസ്ത സമൂഹങ്ങളിലേക്ക് പോയ സഹോദരങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ ജീവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലും പ്രാർത്ഥനയിലും എല്ലാം കർത്താവേ, പരിശുദ്ധ കുർബാന ഇനി മരിക്കുന്നത് വരെ കുർബാന മുടക്കാതിരിക്കാൻ ഒരഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മരിക്കുന്നത് വരെ. ഈശോ വന്നത് കുർബാനയാവാൻ വേണ്ടിയിട്ടാണ്. ആ ടോക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. അനേക തവണ അതിങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യും. ഈശോ വന്നത് നമുക്ക് കാറും വീടും വണ്ടിയും കൊട്ടാരവും തരാനല്ല, തൻ്റെ ശരീരവും രക്തവും തരാനാണ്. ഈശോ വന്നത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ. വചനം കേട്ട എല്ലാ മക്കളെയും ദൈവം ആശീർവദിക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൽ ശക്തിയോട് ആരാധിക്കാം. ശക്തി, ചൈതന്യം, അഭിഷേകം, അനുഗ്രഹം, കൂട്ടായ്മ കർത്താവേ എല്ലാ മക്കളിലും നിറയണമേ. അവിടുത്തെ ആരാധിക്കാനുള്ള കൃപ, അവിടുത്തെ ആരാധിക്കാനുള്ള ശക്തി, അവിടുത്തെ ആരാധിക്കാനുള്ള അഭിഷേകം കർത്താവേ ഈ കൂട്ടായ്മയിൽ നിറയണമേ. കർത്താവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് ആരാധിക്കാൻ പഠിപ്പിക്കണമേ. യഥാർത്ഥ ആരാധന, ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധന പിതാവേ ഞങ്ങൾക്ക് പരിശീലനം തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ. ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടും. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടും. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഓ പരിശുദ്ധനായ ബലവാനേ, ഓ പരിശുദ്ധനായ അമർത്യനേ, കർത്താവേ നിന്റെ കരുണ ഞങ്ങളുടെ മേലിറങ്ങി വരണമേ. ഈ സമയത്ത് കർത്താവേ, അങ്ങേ ആരാധിക്കാൻ അവകാശമില്ലാത്ത
കർത്താവെ, അങ്ങേ ആരാധിക്കാൻ യോഗ്യതയില്ലാത്ത, അവിടുത്തെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവെ, ഈ സമയത്ത് അങ്ങയുടെ മുമ്പാകെ നിൽക്കുവാൻ യേശുവിന്റെ രക്തത്താൽ യോഗ്യരാക്കിയതിനെ ഓർത്ത് പിതാവേ അങ്ങേ ആരാധിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ശ്രീകോവിലിലേക്ക് പ്രവേശിക്കാനുള്ള പാത തുറന്നു തന്നതിനായി കർത്താവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, സമാഗമ കൂടാരത്തിന് ചുറ്റും കെട്ടിയിരുന്ന വേലിയിൽ പോലും തൊടാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനത്തെ കർത്താവേ അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പാകെ നിൽക്കുവാൻ യോഗ്യരാക്കിയതിനെ ഓർത്ത് കർത്താവേ ഈ സമയത്ത് അങ്ങേ ആരാധിക്കുന്നു. രക്ഷകനായ യേശുവിനെ ഞങ്ങൾക്ക് നാഥനും ദൈവവും കർത്താവുമായി കർത്താവെ മനുഷ്യനായി അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതിന് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ അങ്ങ് കുരിശിൽ ബലിയായതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി അങ്ങ് മരിച്ചടക്കപ്പെട്ടതിനെ ഓർത്തും ഞങ്ങളുടെ നീതീകരണത്തിനായി അങ്ങ് ഉയർത്തെഴുന്നേറ്റതിനെ ഓർത്തും കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ, ഒളിമങ്ങാത്ത കെട്ടുപോകാത്തൊരു പ്രത്യാശ ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്ക്, കരങ്ങളടിച്ച്. യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ ലോകരക്ഷകനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ ലോകരക്ഷകനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. എല്ലാം മറന്ന് സ്തുതിക്കണം.
സ്തുതിക്കട്ടെ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Power in the mighty name of Jesus. Power in the mighty name of Jesus. യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തി, യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തി, യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തി കർത്താവേ ലോകം മുഴുവനിലേക്ക് ഒഴുകട്ടെ. കൂട്ടായ്മകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കർത്താവേ, വൈദികരിലേക്ക്, സന്യസ്തരിലേക്ക്, ഇടവകകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്. The mighty name of Jesus. Mighty power in the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഓരോ ജീവിതങ്ങളും വിടുവിക്കപ്പെടട്ടെ. ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. കടഭാരങ്ങൾ, രോഗപീഠകൾ, മാനസിക അസ്വസ്ഥതകൾ, അമിത ദുഃഖം, നിരാശ, ആത്മഹത്യാ ചിന്തകൾ, ദാമ്പത്യത്തിലെ ഭിന്നതകൾ, വിവാഹമോചനം കർത്താവേ, കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കെ വിളിക്കട്ടെ ഈശോ. We welcome you, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവേ, അവാച്യമായ നെടുവീർപ്പുകളാൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി ആത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ, അങ്ങ് പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യങ്ങളോ പദ്ധതികളോ ദൈവഹിതമോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ, ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ. അങ്ങ് പ്രാർത്ഥിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ. ഉണർവോടെ, ഉത്സാഹത്തോടെ, തീക്ഷ്ണതയോടെ, വിശ്വാസത്തോടെ, എല്ലാം മറന്ന് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സമയത്ത് എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ശക്തിയോടെ, ശക്തിയോടെ. പവർ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും ഹല്ലേലൂയ, ആത്മാവേ വന്ന് നിറയണമേ, 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 നിറയണമേ. കരുണയുള്ള നല്ല ദൈവമേ, അങ്ങയുടെ നാമം ആരാധിക്കുന്ന ഈ സമൂഹത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ. കരുണയോടെ അങ്ങ് ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് വേദനയിലായിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവേ, ഈശോ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും എന്നാണ്. കർത്താവേ, ശക്തിയില്ല ഞങ്ങൾക്ക്. മടുത്തു പോകുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഞങ്ങൾ. കർത്താവേ, കുറെ അധ്വാനിക്കുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മടുക്കുന്നു. ഏലിയായെ പോലെ ഞങ്ങൾ പറയുന്നു, മതി, ഞങ്ങൾക്ക് മടുത്തു, ഞങ്ങൾക്ക് മതിയായി. കർത്താവേ, സ്നേഹിച്ച് ഞങ്ങൾ മടുത്തു, ക്ഷമിച്ച് ഞങ്ങൾ മടുത്തു, സഹിച്ച് ഞങ്ങൾ മടുത്തു. കർത്താവേ, എന്നാൽ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. കർത്താവെ, സ്നേഹിക്കാനുള്ള ശക്തി, കർത്താവെ ക്ഷമിക്കാനുള്ള ശക്തി, കർത്താവെ സഹിക്കാനുള്ള ശക്തി. ദൈവമേ, ഈ
ഈ സമയത്ത് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. സ്നേഹിക്കാൻ പറ്റാത്ത ഭർത്താവിനെ സ്നേഹിക്കാനുള്ള ശക്തി, സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ സ്നേഹിക്കാനുള്ള ശക്തി, സ്നേഹിക്കാൻ പറ്റാത്ത ബന്ധുക്കളെ സ്നേഹിക്കാനുള്ള ശക്തി കർത്താവെ. ഞങ്ങളുടെ മനുഷ്യ ശക്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി. ഓ യുവർ മൈറ്റി പവർ, ഓ യുവർ മൈറ്റി പവർ, യുവർ മൈറ്റി അനോയിന്റിംഗ് പവർ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിൽ അങ്ങ് നിറച്ചു തരണമേ കർത്താവേ. ഞങ്ങൾക്ക് മനുഷ്യന്റെ ശക്തി പോരാ കർത്താവേ, ഞങ്ങൾക്ക് തത്വശാസ്ത്രങ്ങളുടെ ശക്തി പോരാ കർത്താവേ, പ്രത്യയ ശാസ്ത്രങ്ങളുടെ ശക്തി പോരാ കർത്താവേ, ഞങ്ങൾക്ക് അറിവിൽ നിന്ന് ലഭിക്കുന്ന ശക്തി പോരാ. നിന്റെ അത്ഭുത ശക്തി, നിന്റെ അപരിമയമായ ശക്തി കർത്താവേ, ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ, മൂറോൻ അഭിഷേകത്തിലൂടെ കർത്താവേ, പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ സ്വീകരിച്ച ആത്മാവിനെ ഇപ്പോൾ ഞങ്ങളിൽ ഉണർത്തി ഒരു അഭിഷേകമാക്കി, ഒരു ശക്തിയാക്കി കർത്താവെ മാറ്റണമേ കർത്താവെ. ഞങ്ങളുടെ ബലഹീനതകളെ അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഈ സമയത്ത് ഞങ്ങളിൽ നിറയട്ടെ കർത്താവെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനുള്ള ശക്തി കർത്താവെ ഈ സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കണമേ കർത്താവെ. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സ്വർഗത്തിലും ഭൂമിയിലും തലമുറകളോളം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിന്റെ നിറവിന് വേണ്ടി ദാഹിക്കുകയാണ് കർത്താവെ. ഈ സമയത്ത് കർത്താവെ, സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ആത്മാവിന്റെ വലിയൊരു നിറവ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാവട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാവട്ടെ. സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നിന്റെ ജീവൻ ഈ സമയത്ത് കർത്താവെ കുടുംബങ്ങളിൽ ഒഴുകട്ടെ. നിന്റെ സ്നേഹം ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ കർത്താവെ. നിന്റെ ചൈതന്യം ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ കർത്താവെ. നിന്റെ ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ കർത്താവെ. നിന്റെ ഐക്യം ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ കർത്താവെ. വിശ്വാസം ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ കർത്താവെ. വിശുദ്ധി ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവെ. അനുസരണശീലം ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. എളിമ ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. വിശ്വസ്തത ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. നന്മ ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ദയ ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. അത്ഭുത ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. മദ്യപാനത്തിന്റെ തകർക്കുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ. ദുശീലങ്ങളെ തകർക്കുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ. തിന്മയെ തകർക്കുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ. പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ. ദുശീലങ്ങളുടെ വേറിറക്കുന്ന ശക്തി ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒഴുകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ അതരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന, ആരാധന. Hallelujah. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഒഴുകി വന്ന്
ആ കുടുംബത്തിന് ആവശ്യമായ പ്രവർത്തികൾ സാമ്പത്തിക മേഖലയിൽ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. നൂറുകണക്കിന് കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോ കടന്നു ചെല്ലുകയും ആ കുടുംബങ്ങളിലുള്ള എല്ലാ വ്യക്തികളെയും ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയുടെ അനന്തമായ സ്നേഹം രൂപത മുഴുവനിലേക്ക് ഒഴുകി വ്യാപരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആയിരക്കണക്കിന് വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സ്നേഹം ഒഴുകി ഒഴുകി വരുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ എല്ലാവരും. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആയുഷ്യമേസ് പോലെ രോഗപീഠ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. മാനസിക രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് വിടിവിക്കുന്നതായി ചെറുപ്പത്തിൽ തന്നെ മാനസിക രോഗം പോലെ പ്രകടിപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ രോഗങ്ങള്, ഓട്ടിസം പോലുള്ള രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ, ഈശോയേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിച്ച് ഉയർത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനുസരണക്കേട് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ അനുസരണക്കേടിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്നതായിട്ടും സ്നേഹവും സമാധാനവും സന്തോഷവും കുടുംബങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ വർഷിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ചങ്ങലകളിൽ നിന്ന് വ്യക്തികളെ ഈശോ മോചിപ്പിച്ച് കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറച്ച് കുമ്പസാരിക്കാനുള്ള കൃപകളൊക്കെ നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി കർത്താവെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് ആർക്കോ വൈദിക ജീവിതത്തിലേക്കുള്ള വിളി നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ ദൈവവിളികളെ നൽകി സമൃദ്ധമാകുന്ന മേഖലയുള്ള കൺഫ്യൂഷനൊക്കെ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി, നന്ദി. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ ജീവിക്കുന്നവരോട് ആ മേഖലയിൽ നിന്ന് മാറാൻ പരിശുദ്ധ കുർബാനയിൽ ഈശോ ആവശ്യപ്പെടുകയും ആ മേഖലകൾക്ക് വിടുതൽ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, നന്ദി, നന്ദി. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ സമയത്ത് സ്വീകരിക്കാം. നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം കടന്നു വരികയാണ്. ഈശോ ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയാണ്. കർത്താവ് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവാണ്. ഈ സമയത്ത് ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളെവിടെയായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ ആശീർവദിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഭക്തിയോടെ പ്രാർത്ഥനയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ.
ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃദർത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.